ആദ്യ ദിവസം ഇന്ന് ജോറായിട്ടാണല്ലോ വേൾഡ് വൈഡ് ഇന്ന് ടർബോ ചിത്രം കടന്നു പോയിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിൻ്റെ സെക്കൻഡ് ഡേയിലെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാണ്. ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടോ നിങ്ങൾ? ഏകദേശം 10:50 ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ എടുക്കുന്നത്. ഓരോ മണിക്കൂറിലും 6000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ടർബോ എന്ന ചിത്രത്തിൻ്റെ ഏകദേശം ടിക്കറ്റ്സുകൾ എല്ലാം തലേന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയതാണ്. എന്നിട്ടും 6000-ന് മുകളിൽ ടിക്കറ്റ്സുകൾ ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ സോൾഡ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും ഇന്നത്തെ ഷോകളുടെ ടിക്കറ്റ്സ് എല്ലാം സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് നാളത്തെ ഷോകളുടേതാണ്. അതുകൊണ്ട് തന്നെ ബുക്ക് മൈ ഷോ ആപ്പിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണി വരെയൊക്കെ 10,000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ഓരോ മണിക്കൂറിലും സോൾഡ് ഔട്ട് ആയിരുന്നത്. പിന്നീട് അങ്ങോട്ട് ടിക്കറ്റ്സിന്റെ വേഗത കുറയുകയായിരുന്നു ബുക്ക് മൈ ഷോ ആപ്പിൽ. കാരണം ഇന്നത്തെ ഒട്ടുമിക്ക ഷോകളുടെ ടിക്കറ്റ്സും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് ലെയർ മാത്രമൊക്കെ ആയിരുന്നു ടിക്കറ്റ്സുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഫാമിലിയും അതുപോലെ തന്നെ ഗ്യാങ്ങൊക്കെ ആയി പോകുന്നവരാണെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ടിക്കറ്റ്സുകൾ അവർ എടുക്കില്ല. പിന്നീട് അങ്ങോട്ട് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് നടന്നിരിക്കുന്നത് സെക്കൻഡ് ഡേയിലെ ബുക്കിംഗ് ആണ്. അതിനുള്ള ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 24-ാം തീയതി വെള്ളിയാഴ്ചത്തെ രാത്രിക്കത്തെ ഷോകളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ടിക്കറ്റ് ന്യൂ ആപ്പിലൂടെ ഇപ്പോൾ എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് അപ്സര തിയേറ്ററിലെ രാത്രി 8 മണിക്കുള്ള ഷോകളുടെ ബുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നത്. ഏകദേശം ടിക്കറ്റ്സും ഇപ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി 11 മണിക്ക് ശേഷമുള്ള ഒരു ഷോയുടെ ബുക്കിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഏകദേശം ഫാസ്റ്റ് ഫില്ലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫ്രണ്ടിൽ മാത്രമേ കുറച്ച് സീറ്റുകൾ മാത്രമേ ഈ 8 മണിക്കുള്ള ഷോകളുടേതും അതുപോലെ തന്നെ രാത്രി 11 മണിക്ക് ശേഷമുള്ള ഷോകളുടെയും ടിക്കറ്റുകളുള്ളൂ. 100 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള മൾട്ടിപ്ലക്സിലെ കാഴ്ചയല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കാലിക്കറ്റ് അപ്സര തിയേറ്റർ അറിയുന്നവർക്ക് അറിയാം. ഏകദേശം 1000-ന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള കേരളത്തിലെ തന്നെ വലിയ തിയേറ്ററുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് കൂടെ ചേർക്കുന്ന തിയേറ്ററാണ് കാലിക്കറ്റ് അപ്സര. അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. ചില ആളുകൾക്കൊന്നും ടർബോ എന്ന ചിത്രത്തിൻ്റെ ഇത്ര വലിയ വിജയം ദഹിച്ചിട്ടില്ല. ഇനിയും അവർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അവരോടൊക്കെ ഒരു കാര്യമാണ് പറയാനുള്ളത്, ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു കാര്യവും ജോസേട്ടായി ഏറ്റെടുക്കാറില്ല. ഓക്കെ, ബൈ.